ഹലോ ഗൈസ്, ഇതിപ്പോൾ അഞ്ചാമത്തെ ദിവസം, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ, അതായത് 5 ദിവസത്തെ ഉത്സവമാണ്. വെള്ളിയാഴ്ചയാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഞാൻ പറഞ്ഞല്ലോ കുമ്പോടൊക്കെ ഉള്ളതാണ്. പക്ഷേ ചപ്രത്തിൽ എഴുന്നള്ളിപ്പായതുകൊണ്ട് 4ാമത്തെ ദിവസം വ്യാഴാഴ്ച അന്ന് ചപ്രത്തിൽ എഴുന്നള്ളിപ്പൊക്കെ ആയിരുന്നു, കുമ്പോടമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച അന്ന് ദേവിയെ കൂടിയിരുത്തി പൊങ്കാല 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വിൽപ്പാട്ടൊക്കെ പാടി പൊങ്കാലയ്ക്ക് നേദിക്കുന്നതിന് മുന്നേ പടുക്കയുണ്ടായിരുന്നു. അപ്പം പടുക്ക എന്ന് പറയുമ്പോൾ നമുക്ക് തുള്ളലാണ് വരുന്നത്. അപ്പോൾ ദേവി അനുഗ്രഹിച്ച് പറഞ്ഞതാണ്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് അനുഗ്രഹിച്ച് വന്നപ്പോൾ തന്നെ കുറച്ച് പൊങ്കാലയൊക്കെ നേദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അല്ലാതെ പോറ്റി വന്നിട്ട് നേദിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ സത്യം പറയാലോ ഭയങ്കര നമുക്ക് ഈ ദേഹമൊക്കെ കുളിരാന്ന് പറയില്ല, നമ്മൾ എൻ്റെ കയ്യിലേക്ക് മുടിയൊക്കെ ഏച്ച് നിൽക്കുകയാണ് ചെയ്തത് ആ സമയത്ത്. കാരണം അത്രയ്ക്ക് എന്താ പറയുക, അമ്മയുടെ അനുഗ്രഹം അത്രയ്ക്ക് ഇതായിരുന്നു. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു ആ സമയത്ത്. ഭയങ്കരമായിട്ട് കുറേ നേരം അമ്മ അനുഗ്രഹിച്ചു. സത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ ആൾക്കാർ വിൽപ്പാട്ട് പാടുന്നതിനെയും കാട്ടി തമിഴിൽ പാടുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ നേരം അനുഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എനിക്കൊരിത് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 മണിക്ക്, അതായത് ഇതിപ്പോൾ പൂപ്പടയ്ക്കൊക്കെ നമ്മൾ ഒരുക്കുന്നത് പൂപ്പടയ്ക്ക് പൂ എടുത്ത് അങ്ങനെ ഒരുക്കിയൊക്കെ വയ്ക്കുന്നതാണ്. അപ്പോൾ 10 മണിക്കുള്ള പടയ്ക്കും അതേപോലെ വരവ് പാട്ട് പാടി 10 മണി കുഞ്ഞുങ്ങൾക്ക് പേര് വിളിയാണ്. പക്ഷേ നല്ല രസമാണത്. കുഞ്ഞുങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട്, കുഞ്ഞു പിള്ളേരൊക്കെ കയ്യിലെടുത്തിട്ട് അവർക്ക് ഓരോരോ പേര് വിളിക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പൂപ്പടയുടെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂപ്പടയിൽ എനിക്ക് അതിൽ ഇവർ പാടിയൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂപ്പട എന്ന് പറയുന്നത് സത്യം ചെയ്യുന്ന ഒരു ഇതായിട്ടാണ്, കോൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പാട്ട് പൂപ്പട ഇടുന്ന സമയത്തൊന്നും അവർ പാടിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു അപാകത ഒഴിച്ചു കഴിഞ്ഞാൽ പാട്ടൊക്കെ സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്ക് മഞ്ഞനിരാട്ടാണ് നേരത്തേത്. മഞ്ഞനിരാട്ട് സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അനുഗ്രഹിച്ച് വന്നായിരുന്നു. അതുപോലെ ഒരുപാട് നേരം അനുഗ്രഹം നിന്നായിരുന്നു. പിന്നെ ഇവർ ചൂട് തിളച്ചിടക്കണ മഞ്ഞ വെള്ളമാണ് ദേഹത്ത് കോരി അടിക്കുന്നത്. അപ്പോൾ പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും കമ്മിറ്റിക്കാർ തന്നെ അവിടെ ഉള്ളവർ തന്നെ എടുത്ത് കമത്തും. പക്ഷെ അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കമത്തിയപ്പോഴത്തേക്കും ദേവി ഭയങ്കര സങ്കടത്തോടെ പറയണപ്പോഴത്തേക്കും എനിക്കത് സങ്കടം തോന്നി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.